പ്രിയപ്പെട്ട കുട്ടികളെ, ഹിന്ദി മെഹ്ഫിലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് ഹിന്ദി പഠിച്ച് ആദ്യമായി ഹിന്ദി പരീക്ഷ എഴുതാൻ പോകുന്ന 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യ പേപ്പറാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ പോകാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് സമയം എന്ന് പറയുന്നത്, ഹിന്ദി പരീക്ഷൻ്റെ സമയം എന്ന് പറയുന്നത് 2.25 മണിക്കൂറാണ്. 2.25 മണിക്കൂറാണ് നമുക്ക് സമയം തന്നിട്ടുള്ളത്. ഇവിടെ സാമാന്യ ജനറൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സാധാരണ കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പരീക്ഷ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. पहला 15 मिनट कूल ऑफ टाइम है, यह प्रश्न पत्र वाचन के लिए है. ഓക്കെ, പെഹല 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. അതായത് ചോദ്യങ്ങൾ മനസ്സിരുത്തി വായിക്കാനും അതിൻ്റെ ഉത്തരങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടുള്ള സമയമാണ് ആദ്യത്തെ 15 മിനിറ്റ്. യഹ് പ്രശ്നപത്ര വാചൻ കെ ലിയേ ഹെ, ഇത് ചോദ്യപേപ്പർ വായിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. കുൽ 6 പ്രശ്ന ഹെ, കുൽ 6 പ്രശ്ന ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? കുൽ എന്ന് പറഞ്ഞാൽ ടോട്ടലാണ്. നമുക്ക് ടോട്ടൽ 6 ചോദ്യങ്ങളുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യമാണ്. നമുക്ക് ടോട്ടൽ 6 ചോദ്യങ്ങളുണ്ട്. സഭിക്ക് ഉത്തർ ലിഖ്നെ ഹെ, എല്ലാത്തിൻ്റെയും ഉത്തരം എഴുതണം. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതണം. അടുത്തത് ദോ പ്രശ്നവുമേ വികൽപ്പ് ഹെ, 2 ചോദ്യങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. അതായത് ഓർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എഴുതിയാൽ മതിയാകും. ഓക്കെ, 2 ചോദ്യങ്ങൾക്ക് അങ്ങനെ ചോയ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതിയാവും. അപ്പോൾ ഇതൊക്കെയാണ് ഹിന്ദി പരീക്ഷയുടെ സാമാന്യമായിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ, ഒരു സാധാരണ നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ ആദ്യം തന്നെ അത് കൂടാണ്ട് നിങ്ങൾ ചോദ്യപേപ്പറിൽ തന്നെ ആയിരിക്കും ഉത്തരവ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 2 സ്പേസ് നിങ്ങൾക്ക് കാണാം അല്ലേ? എന്താണ് എഴുതിയിരിക്കുന്നത്? നാം, കക്ഷ. നാം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കുട്ടികളും ഹിന്ദിയിൽ പേരെഴുതാൻ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നാം എന്ന് പറഞ്ഞാൽ നെയിം, നിങ്ങളുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. എങ്ങനെ? ഹിന്ദിയിലാണ് എഴുതേണ്ടത്. അടുത്തത് കക്ഷ, നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ 5 എന്നുള്ളത് എഴുതുക. ഓക്കെ, 5ാം ക്ലാസ്, പാഞ്ചുവീം എന്നാണ് എഴുതേണ്ടത്. 5 എന്നിങ്ങനെ എഴുതുക, എന്നിട്ട് ഒരു വീം 5ാം ക്ലാസ്സിൽ. ഓക്കെ, 5th സ്റ്റാൻഡേർഡ് എന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടി നിങ്ങൾ ഫില്ല് ചെയ്യുക. അതിന് ശേഷമാണ് നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കേണ്ടത്. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. സൂചന, ധൂപ്പ് ആ ഗയി കവിത കാ അംശ് പഠേ. ധൂപ്പ് ആ ഗയി കവിത കാ അംശ് പഠേ और प्रश्नों के उत्तर लिखे. ധൂപ്പ് ആ ഗയി എന്ന് പറഞ്ഞ കവിത നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒന്നാമത്തെ കവിത നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പാഠമാണ്. വെയിലിനെ കുറിച്ചും പ്രകൃതിയെക്കുറിച്ചൊക്കെയുള്ള കവിതയാണ്. അതിൽ ഉള്ള ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഓക്കെ, പങ്ക്തിയാം സഹി രൂപ് സേ ലിഖേ. പങ്ക്തിയാം എന്ന് പറഞ്ഞാൽ എന്താണ്? പങ്ക്തിയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈൻസ് ആണ്, വരികൾ, കവിതയുടെ വരികൾ. സഹി രൂപ് സേ ലിഖേ എന്ന് പറഞ്ഞാൽ ശരിയാക്കി എഴുതുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് നോക്കിയേ, ഒന്നാമത്തെ ലൈൻ. ഇപ്പോൾ ഒന്നാമത് കൊടുത്തിരിക്കുന്നത് ആ ഗയി എന്നാണ്. ഓക്കെ, ആ ഗയി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ ഗയി സുബഹ് സുബഹ് കി ധൂപ്പ്. ഇങ്ങനെയാണോ കുട്ടികളെ ശരിക്കും നമ്മൾ ആ കവിത പഠിച്ചിട്ടുള്ളത്? അല്ല അല്ലേ? ഇതിൽ ഏത് വാക്കാണ് ആദ്യം വരിക? വെയിൽ എന്നുള്ള വാക്കാണ് അല്ലേ? ധൂപ്പ്. രണ്ടാമത് ഏതാണ് വരിക? ആ ഗയി. മൂന്നാമതോ സുബഹ് സുബഹ് കി. ഓക്കെ, അപ്പോൾ ധൂപ്പ് ആ ഗയി സുബഹ് സുബഹ് കി എന്ന ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ ഇത് ക്രമമായിട്ട് എവിടെ എഴുതണം? ഇവിടെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ധൂപ്പ് എന്ന് ആദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് എഴുതുക? സുബഹ് സുബഹ്ക്ക് രണ്ടാമത്തെ പോയിന്റും മൂന്നാമത്തെ പോയിന്റും വാക്കും ഇവിടെ എഴുതിയിട്ടത് ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്യുക. എങ്ങനെ? പ്യാരി പ്യാരി മെഹക്കി കലിയാം. ഓക്കെ, പ്യാരി പ്യാരി മെഹക്കി കലിയാം. അപ്പോൾ ഇതെങ്ങനെയാണ് വരിക? കലിയാം പ്യാരി പ്യാരി മെഹക്കി. അടുത്ത വരി എങ്ങനെയാണ് വരിക? കലിയാം ക്യാരി ക്യാരി മെഹക്കി. ഇങ്ങനെയാണ് വരിക അല്ലേ? അടുത്തത് കലിയാം ഇത്തനി സാരി മെഹക്കി. ഇത് ശരിയായിട്ട് എഴുതുക എന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, അത് എവിടെയാണ് എഴുതേണ്ടത്? നിങ്ങൾക്കിവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ശരിയാക്കി ഈ 4 വരിയും പൂർത്തീകരിക്കും. മനസ്സിലായല്ലോ? നമുക്ക്
അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് ഒരു വൺ വേർഡ് ചോദ്യമാണ്. ക്യാ മെഹക് രഹി ഹെ? എന്താണ് ചോദ്യം? ക്യാ മെഹക് രഹി ഹെ? എന്താണ് സുഗന്ധപൂരിതം, അല്ലെങ്കിൽ എന്താണ് സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുന്നത്? എന്താണ്? കലിയാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ധൂപ്പ് എന്നുണ്ട്, ചിടിയാം, സൂരജ്. കലി എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? മൊട്ടുകൾ അല്ലേ? കലിയാം. ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിലാണ്, ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷികളാണ്, സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് എൻ്റെ ശരി ഉത്തരം? ഇതിൽ സുഗന്ധമുള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ? കലിയാം അല്ലേ? അപ്പോൾ ആ കലിയാം എന്നുള്ള ഉത്തരം നമ്മൾ എവിടെ എഴുതുക? ഈ ഒരു ബോക്സിൽ കലിയാം എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ ചോദ്യം. ഇത് മാതൃകാ ചോദ്യങ്ങളാണ്, ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത്. അതിന് തന്നെ വേറൊരു ഓർ ക്വസ്റ്റ്യനും കൂടി തന്നിട്ടുണ്ട് അല്ലേ? അഥവാ എന്ന് എഴുതിയിരിക്കുന്ന കണ്ടോ ഇവിടെ? അഥവാ എന്ന് പറഞ്ഞാൽ ഓറാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ആ കവിത എഴുതാം, അല്ലെങ്കിൽ ഇവിടെ ചിടിയാ കാ ഘർ എന്ന കവിതയുടെ ഭാഗമാണ് തന്നിട്ടുള്ളത്, അതിൻ്റെ വരികളാണ് ശരിയാക്കി എഴുതേണ്ടത്. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി കേട്ടോ, രണ്ടും ചെയ്യണമെന്നില്ല, ഇതിലേതെങ്കിലും ഒരെണ്ണം ചെയ്യുക. നന്നായിട്ട് അറിയാവുന്ന കവിത ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കൂ, ചോഞ്ചുമേം എന്ന് കൊടുത്തിട്ടുണ്ട്, തിൻക എന്ന് കൊടുത്തിട്ടുണ്ട്, ചിടിയാലിയെ. ഓക്കെ, എങ്ങനെയാണ് എൻ്റെ വരികൾ വരിക? ഒന്നാമത്തത് ചിടിയാലിയെ ചോഞ്ചുമേം തിൻക അല്ലേ? ചിടിയാലിയെ ചോഞ്ചുമേം തിൻക. രണ്ടാമത്തെ വരിയിൽ ചലി ബനാനെ ഘർ അല്ലേ? ചലി ബനാനെ ഘർ. മൂന്നാമത്തെ വരിയിൽ കോൻ രഹേഗ അല്ലേ? അതെങ്ങനെ എഴുതിയാലും പ്രശ്നമില്ല. ഇവിടെ കോൻ രഹേഗ എന്ന് ഒന്നിച്ചുണ്ട്, ഇത് വേണമെങ്കിൽ ആദ്യം എഴുതാം, അതേപോലെ അതിന് ശേഷം ഇതും എഴുതുന്നതിനും പ്രശ്നമില്ല. ഓക്കെ, കോൻ രഹേഗ ഉസ് ഘർ കെ അന്തർ. ഓക്കെ, ഉസ് ഘർ കെ അന്തർ. ഓക്കെ, ആ വീടിൻ്റെ ഉള്ളിൽ. അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, നമ്മൾ കവിത പഠിച്ചതാണ്. ഉസ് ഘർ കെ അന്തർ. ചിടിയാ കെ ദോ ബच्चे होंगे. ചിടിയാ കെ ദോ ബच्चे होंगे. ഇങ്ങനെയാണ് അത് ക്രമമായിട്ട് എഴുതേണ്ടത്. അപ്പം അതിനെ ശരിയായി എഴുതിയിട്ട് എവിടെ എഴുതുക? നമുക്കിവിടെ തന്നിരിക്കുന്ന ബ്ലാങ്ക് ഇവിടെ നമുക്ക് ശരിയായിട്ട് എഴുതാം. ചിടിയാലിയെ എന്നാണ് തുടങ്ങുന്നത്, അപ്പോൾ അത് വെച്ചിട്ട് എഴുതാം. പിന്നെ അടുത്തത് അതിൻ്റെ മറ്റൊരു ചോദ്യമാണ്, ചോഞ്ചുമേ കിസ്നെ തിൻകാ ലിയാ ഹെ. ചോഞ്ചുമേം എന്ന് പറഞ്ഞാൽ ചുണ്ടിൽ, കിസ്നെ എന്ന് പറഞ്ഞാൽ ആര്, തിൻകാ ലിയാ ഹെ പുൽനാമ്പ് എടുത്തിട്ടുള്ളത്. ചുണ്ടിൽ ആരാണ് പുൽനാമ്പുകൾ എടുത്തിട്ടുള്ളത്? ധൂപ്പ്, ഘർ, ചിടിയ, ബच्चे. ആരാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം ചിടിയയാണ് കേട്ടോ. ചിടിയ പക്ഷി എന്നുള്ള ഉത്തരമാണ്. അപ്പോൾ അത് എഴുതിയിട്ട് ഇങ്ങോട്ടേക്ക് ഈ ബോക്സിലേക്ക് മാറ്റി എഴുതുക. ഓക്കെ, ചിടിയ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നല്ലൊരു ബട്ടർഫ്ലൈൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? നിറം കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഓക്കെ, എങ്ങനെ നിറം കൊടുക്കണം? നിർദ്ദേശിക്ക അനുസാർ രംഗ് ഭരേ. നിർദ്ദേശം അനുസരിച്ച് നിറം കൊടുക്കുക. അപ്പോൾ ഈ പൂമ്പാറ്റേൻ്റെ ഇവിടെയൊക്കെ 1 ഇതുണ്ട്, 2 എന്നുള്ള നമ്പർ ഉണ്ട്, ഇവിടെ ഈ ഭാഗത്ത് 3 എന്നുള്ള നമ്പർ ഉണ്ട്, ഇവിടെയൊക്കെ 4 എന്നുള്ള നമ്പർ ഉണ്ട് അല്ലേ? അപ്പോൾ 1, 2, 3, 4 എന്ന കോളങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിന് ഇവിടെ എന്തുണ്ട്? ഒന്നാമത്തെ ഭാഗത്തിന് കാല എന്ന നിറമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 1 എന്ന് പറയുന്ന ഭാഗം ഇവിടെയാണ്, പൂമ്പാറ്റൻ്റെ ഈ തിത്തലിയുടെ സെൻറ്റർ പോർഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? കാല എന്ന കളർ കൊടുക്കുക. കാല ഏതാണ്? കറുപ്പ്, ബ്ലാക്ക്. രണ്ടാമത്തേത് ഹര എന്ന് പറഞ്ഞാൽ പച്ച. രണ്ടാമത്തെ ഭാഗം ഇവിടെ ഗ്രീൻ കളറാണ് കൊടുക്കേണ്ടത്. മൂന്നാമത്തെ ഭാഗം ലാൽ ആണ്, മൂന്നാമത്തെ ഭാഗം ലാൽ. അപ്പോൾ ഈ 2 ഭാഗങ്ങൾക്ക് എന്ത് കൊടുക്കുക? ലാൽ എന്ന് പറയുന്ന രംഗ്, ചുവന്ന കളറാണ് കൊടുക്കേണ്ടത്. നീല എന്ന് പറയുന്നത് നാലാമത്തെ നീല എന്ന് പറയുന്ന കളറാണ്. ഇവിടെ നീല കളറും കൂടെ കൊടുക്കുക. ഓക്കെ, നമുക്കറിയാലോ ഇത് തിത്തലിയാണ്, പൂമ്പാറ്റയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം രണ്ടാമത്തത്, യഹ് കിസ്കാ ചിത്ര ഹെ. ഇത് എന്തിൻ്റെ ചിത്രമാണ്? ബാദൽ, ചിടിയ, തിത്തലി, ഫൂൽ. അപ്പോൾ ഹിന്ദി നിങ്ങൾ വായിക്കാൻ പഠിക്കണം, വായിക്കാൻ പഠിച്ചുകൊണ്ടേ കാര്യമുള്ളൂ, അപ്പോഴാണ് ഇതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റുക.
അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? തിത്തലിയാണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, സൂചന ഉണ്ട്. ഇവിടെ ഒരു സൂചന തന്നിട്ടുണ്ട്. ചിത്ര പെഹചാനെ ഓർ നാം ചുൻകർ ലിഖെ. ചിത്രങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പേര് തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഒന്നാമത്തത് പക്ഷിയുടെ ചിത്രമാണ് അല്ലേ? പക്ഷിയുടെ ചിത്രമാണ്. രണ്ടാമത്തതൊരു പൂമൊട്ടാണ്. മൂന്നാമത്തെ ഒരു പട്ടിക്കുട്ടിയാണ്. നാലാമത്തെ ഒരു പുസ്തകമാണ്. അഞ്ചാമത്തത് ഈച്ചയാണ്. ഈച്ച എന്നുള്ള വാക്ക് നിങ്ങൾ പഠിച്ച് കാണാൻ സാധ്യതയുള്ള ബാക്കി എല്ലാ വാക്കുകളും നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുകളായിരിക്കാം. സ്കൂളിൽ ഡിക്റ്റേഷനൊക്കെ എഴുതിയതായിരിക്കാം. അപ്പോൾ പക്ഷീനെ ഹിന്ദിയിൽ പറയുന്നത് എന്താണ്? ചിടിയ അല്ലേ? ചിടിയ എന്നാണ് പറയുക. അപ്പോൾ ആ ചിടിയ എന്നുള്ള വാക്ക് എന്ത് ചെയ്യുക? ഇതിൽ നിന്ന്, ഈ ബോക്സിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചിത്രം. അതെവിടെ എഴുതാം? ഈ 1 എന്ന് പറയുന്ന ഭാഗത്ത് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് പൂമട്ടാണ്. പൂമട്ടിനെ പറയുന്നത് കലി എന്നാണ്. കലി എന്നുള്ള വാക്ക് എവിടെ എഴുതാം? ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തത്. മൂന്നാമത്തെ പട്ടിക്കുട്ടിയുടെ ആണ്. ടോമി ഓർ മേം, നീതു ഓർ പില്ല എന്നൊക്കെ പറഞ്ഞ കവിതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പട്ടിക്കുട്ടീനെ പറയുന്നതാണ് പില്ല. അത് നമ്മൾക്ക് മൂന്നാമത്തെ ഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. നാലാമത്തത് പുസ്തകമാണ്. പുസ്തകത്തിനെ കിതാബ് എന്നാണ് പറയുക. അത് ഇവിടെ എഴുതി കൊടുക്കുക. അഞ്ചാമത്തത്, ഇനി ബാക്കി ഒന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആ വാക്ക് പരിചയമില്ലെങ്കിലും ആ ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. അത് മക്കി ആണ്. ഈച്ചനെ മക്കി എന്നാണ് പറയുക. അത് ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചോദ്യത്തിന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് അത് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അറിയുന്നതെങ്കിൽ ഇത് എഴുതാം. ഇതിലേതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി കേട്ടോ. ചിത്ര പെഹചാനെ ഓർ നാം ചുൻകർ ലിഖെ. ചിത്രങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മരം എന്നുള്ളൊരു വാക്കുണ്ട്. പേട് കൊടുത്തിട്ടുണ്ട്. ഘർ, ഫൂൽ, ലഡ്ക്കി, മച്ചലി, ഇത്രയും വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേട് എന്നുള്ള വാക്ക്, ഓക്കെ, പേട് എവിടെയാണ്? ഇതാണ് പേട്. ഇത് മരം. രണ്ടാമത്തത് ഘർ അല്ലേ? ഘർ വീടാണ്. ഘർ എന്ന് പറഞ്ഞാൽ വീടാണ്. ആ വീട് എഴുതി കൊടുക്കാം. മൂന്നാമത്തത് ഫൂൽ. ഫൂൽ എന്താണ്? പൂവ് അല്ലേ? പൂവിനെയാണ് ഫൂൽ എന്ന് പറയുന്നത്. അത് എഴുതി കൊടുക്കാം. പിന്നെ ലഡ്ക്കിയാണ്. ലഡ്ക്കി എവിടെ വരും? ലഡ്ക്കി ഇതിൻ്റെ താഴെ ഭാഗത്താണ് വരുന്നത്. ഇവിടെ ലഡ്ക്കി എന്ന് എഴുതി കൊടുക്കുക. പിന്നെ ഒരെണ്ണം മച്ചലിയാണ്. മച്ചലി മീൻ ആണ്. മീനിനെയാണ് മച്ചലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ ചെയ്യാനുള്ളത്. അതിലേതെങ്കിലും ഒരെണ്ണമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇവിടെ സെൻറ്റൻസുകൾ, സൂചന, ചിത്ര ദേഖ്യ ഔർ ഉത്തർ ലിഖെ. ചിത്രം നോക്കുക, ഉത്തരം എഴുതുക. ഓക്കെ, ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. രാത്കോ, ബിസ്കുട്ട്, നീതുക്കെ സാത്ത്, കിതാബ്, പങ്കേക്കെ. ഇപ്പോൾ രാത്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രിയിൽ. ബിസ്കുട്ട് എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റാണ്. നീതുക്കെ സാത്ത് എന്ന് പറഞ്ഞാൽ നീതുവിനോടൊപ്പം. കിതാബ് പുസ്തകം. പങ്കേക്കെ എന്ന് പറഞ്ഞാൽ ഫാനിൻ്റെ അടിയിൽ നിന്നാണ് ശരിക്കും വേണ്ടത്. ഓക്കെ, അത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചിത്രത്തിൽ കാണാം. എന്ത്? ഇവിടെ ഒരു പട്ടിക്കുട്ടി എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പട്ടിക്കുട്ടി എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും കഴിക്കുന്നുണ്ടാവുക? ടോമിക്കോ ക്യാ ഖാന പസന്ത് ഥാ. ടോമിക്ക് എന്ത് കഴിക്കാനാണ് ഇഷ്ടം? എന്ത് കഴിക്കാനാണ് ഇഷ്ടം? എൻ്റെ ഉത്തരം ഇതാണ്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടാമതാണ്, ബിസ്ക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ബിസ്ക്കറ്റ് എന്നുള്ളത് പൂരിപ്പിക്കുക. ബിസ്ക്കറ്റ്. രണ്ടാമത്തത്, ടോമി കിസ്കെ നീച്ചെ സോത്താ ഥാ. ടോമി എന്തിൻ്റെ അടിയിലാണ് ഉറങ്ങുമായിരുന്നത്? ഇവിടെ ഏതാണ് വരിക? പങ്കേക്കെ. പങ്കേക്കെ എന്നുള്ള ഉത്തരമാണ് വരുന്നത്. പങ്കേ. ഓക്കെ, ഫാനിൻ്റെ അടിയിൽ. പങ്കേക്കെ, ഫാനിൻ്റെ. അടുത്ത നോക്കൂ. ടോമി കിസ്കെ സാത്ത് ഖേൽത്താ ഥാ. ടോമി കിസ്കെ സാത്ത് ഖേൽത്താ ഥാ. ആരോടൊപ്പമായിരുന്നു ടോമി കളിച്ചിരുന്നത്? ചിത്രത്തിലുണ്ടല്ലേ, നീതുവിൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ടോമി നീതുക്കെ സാത്ത് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, ഏതാണ്? നീതുക്കെ സാത്ത് എന്നുള്ള ഉത്തരം. അടുത്തത്,
ടോമി ക്യാ പഠിത്താതാ, ടോമി എന്തായിരുന്നു വായിച്ചിട്ടുണ്ടായിരുന്നത്? എന്താണ്? ടോമിക്കോ കിതാബ് പഠനാ ബഹുത് പസന്ത് ഥാ എന്നുള്ളൊരു സെൻറ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പുസ്തകത്തിൽ. ഓക്കെ, അപ്പോൾ ടോമി ക്യാ പഠിത്താതാ, ടോമി എന്തായിരുന്നു പഠിച്ചിരുന്നത്? കിതാബ് അല്ല, പുസ്തകമായിരുന്നു വായിച്ചു കൊണ്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അവൻ പുസ്തകമൊക്കെ അങ്ങനെ കീറിപ്പറിച്ച് കളയുമായിരുന്നു. അടുത്തത് ടോമിക്കോ നീതുക്കോ ടോമി കബുമില്ല, നീതുവിന് എപ്പോഴാണ് ടോമിയെ കിട്ടിയത്? എപ്പോഴായിരുന്നു? നീതു ഉറങ്ങുന്ന സമയത്തായിരുന്നു അല്ലേ? രാത്രിയിൽ കരച്ചിൽ കേട്ടിട്ട് ഒച്ച കേട്ടിട്ടാണ് നീതു തിരിഞ്ഞു നോക്കും, റോഡിലോട്ട് ഇറങ്ങിയപ്പോഴാണ് എന്ത് കണ്ടത്? ടോമിയെ കിട്ടുന്നത്. അപ്പോൾ രാത്തുക്കോ എന്നുള്ള ഓപ്ഷൻ കൂടെ തിരഞ്ഞെടുത്ത് എഴുതുക. ഇത് ചിത്രയ്ക്ക് അനുസാർ വാക്യലിക്ക്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വാക്യമാണ് എഴുതേണ്ടത്, സെൻറ്റൻസ് ആണ് എഴുതേണ്ടത്. ഒരു കുട്ടിയുണ്ട് അല്ലേ, ഒരു പെൺകുട്ടി, അവൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ആ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള വാക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ കഴിക്കുക എന്നുള്ള വാക്കാണ് എന്ത്? കാത്തി ഹേ. ഓക്കെ, ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് കാത്തി ഹേ എന്നുള്ള ഓപ്ഷൻ ഇതിലുണ്ട്, അത് എഴുതുക. പിന്നെ അടുത്തത് ഖേൽത്തി ഹേ അല്ലെ, പെൺകുട്ടി കളിക്കുന്നുണ്ട്. ആ കളിക്കുക എന്നുള്ള വാക്കാണ് എന്ത്? ഖേൽത്തി ഹേ. ഇത് രണ്ടാമത് എഴുതുക. ഇതാണ് കേട്ടോ ഒന്ന്, ഇതാണ് ഒന്ന്, ഖേൽത്തി ഹേ, സോറി കാത്തി ഹേ. രണ്ടാമത്തത് ഖേൽത്തി ഹേ, കളിക്കുന്നു. മൂന്നാമത്തത് ഓടുകയാണ്, ഒരു പെൺകുട്ടി ഓടുകയാണ്. ഓടുന്നു എന്നുള്ള വാക്കാണ് ദൗഡ് തീ ഹേ. ദൗഡ് തീ ഹേ എന്നുള്ളത് ഓടുന്നു എന്നുള്ള വാക്കാണ്. അടുത്ത എന്താണ്? ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്, ഒരാൾ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇരിക്കുന്നു എന്നുള്ള വാക്കാണ് എന്ത്? ബൈട്ട് തീ ഹേ. ബൈട്ട് തീ ഹേ ഇരിക്കുന്നു, ഇരിക്കുകയാണ് എന്നുള്ള വാക്കാണ്. അപ്പോൾ ബൈട്ട് തീ ഹേ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ നേരെ എഴുതുക. ലാസ്റ്റത്തത് ഉറങ്ങുകയാണ്. ഉറങ്ങുകയാണ് എന്ന് പറയുന്ന വാക്കാണ് എന്ത്? സോത്തി ഹേ. അപ്പോൾ ഇത് താഴെ സോത്തി ഹേ എന്നുള്ളിടത്ത് വെക്കുക. ഇവിടെയാണ് സോത്തി ഹേ വരിക. ഓക്കെ കുട്ടികളെ, നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പില്ല കവിതാക്കി പങ്ക്തിയാം ക്രംസേ ലിഖേ. പില്ല, പില്ല എന്ന് പറഞ്ഞൊരു കവിത നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, പട്ടിക്കുട്ടിയുടെ ഒരു കവിത പഠിച്ചിട്ടുണ്ട് പില്ല. ആ കവിതയിലെ വരികൾ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ വരി ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ത്? നീതു കാഥ പില്ലായേക്ക്. അപ്പോൾ ഇത് ഒന്ന് ഒഴിവായി കിട്ടിയിട്ടുണ്ട്. ബാക്കി 1, 2 എത്രയാണ് 5 വരികൾ ബാക്കി നമ്മൾ ക്രമമായിട്ട് എഴുതാം. അപ്പോൾ പുസ്തകം നോക്കിയിട്ട് നന്നായിട്ട് പില്ല എന്നുള്ള കവിത വായിച്ച് പഠിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഉത്തരം കൂടി നോക്കാം. നീതു കാഥ പില്ല ഏക്. രണ്ടാമത്തെ വരി എന്താണ്? വദൻ പേ ഉസ്കെ രുയെ അനേക്. അടുത്തത് ചോട്ടി ടാങ്കേം ലംബി പൂഞ്ച്. ചെറിയ കാലുകളും നീളമുള്ള വാലും അതേപോലെ ഭൂരി ദാടി കാലി മൂഞ്ച്. ബ്രൗൺ നിറത്തിലുള്ള താടിയും കറുത്ത മീശയും. ദെൻ മക്കി സേ വഹലെടുത്താധ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ഈച്ചയോട് അവൻ മല്ലിടുമായിരുന്നു. അതേപോലെ ഖടേ ഖടേ ഗർ പടുത്താത. ഇതാണ് അഞ്ചാമത്തത്. അവൻ നിന്നുകൊണ്ടല്ലേ, അവൻ ഈച്ചയോട് മല്ലിടുമ്പോൾ അവൻ വീഴുമായിരുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് മാതൃകയായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചാൽ തന്നെ കുറേ നിങ്ങൾക്ക് പാസ്സാവാനും അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.